ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഉമ്മയെ തേടി വന്ന മരണം അത് തന്നെ നാളെ തേടി വരുമെന്നുള്ള ബോധത്തിൽ ഇനിയെങ്കിലും ജീവിക്കുക. മരണം നിഴൽ പോലെ കൂടെയുണ്ട് എന്ന ബോധം എപ്പോഴും ഉണ്ടാവുക. വാവിട്ട വാക്കും കൈവിട്ട കല്ലും അത് തിരിച്ചെടുക്കാനാവില്ല. മരണം അതൊരു മുന്നറിയിപ്പില്ലാത്ത വെളി പോലെ വരുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ് സഹോദര. എന്നാൽ ഇത്തരത്തിൽ പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് പാണ്ടിക്കാട് കുഞ്ഞാന് കിട്ടിയ ശിക്ഷയാണ് ഉമ്മയുടെ മരണം എന്ന രീതിയിൽ. നമസ്കാരം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്തൊരു വിഷയമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, ഞാൻ തുടക്കം തൊട്ടേ ഏതൊരു ഇൻസിഡന്റ് കുഞ്ഞാൻ റിലേറ്റഡ് ആയിട്ട് എന്ത് സംഭവം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാലും എന്ത് യൂട്യൂബിൽ ഉണ്ടായി കഴിഞ്ഞാലും എല്ലാ കേസിലും കുഞ്ഞാനോടൊപ്പം. ഞാൻ കുഞ്ഞാനെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അന്നത്തെ ആ ഒരു നസീറിന്റെ ഇഷ്യൂ വന്ന സമയത്ത് പോലീസ് കേസ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ആരും കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാത്തൊരു സമയത്ത് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, പ്രത്യേകിച്ച് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ട റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ. പേഴ്സണലി എനിക്കിഷ്ടമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അത്രയും എന്താ പറയുക, ചില നമ്മളൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് പരിധി വിട്ടിട്ടുള്ള ഡിസ്കഷൻസാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് നടന്നിരുന്നത്. ഇതിനെക്കുറിച്ച് ഇത് കുറച്ച് 1-2 കാര്യങ്ങൾ പറയാണ്ട് വളരെ ഷോർട്ട് വീഡിയോ ആണ്. പക്ഷെ അതിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ കേട്ടോ. ഇത് മതം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇത് കുഞ്ഞാൻ്റെ വിശ്വാസം, കുഞ്ഞാൻ്റെ അവരുടെ മതം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിൽ പിന്നെ കിടന്ന അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ എന്നാലും ഒരു സഹോദരൻ, സുഹൃത്ത് എനിക്ക് കുഞ്ഞാനൊരു പരിചയമില്ല, ഒരു സഹോദരൻ, ഓക്കെ, ഒരു സഹജീവി, ഒരു മനുഷ്യൻ എന്നുള്ള കണ്ടീഷനിൽ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറയുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് പേര് നമുക്കിത് റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് അവരും ഇവരൊക്കെ അയച്ചു തരും. കാരണം നമ്മുടെ തോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അവർ അയച്ചു തരുന്നത്. ഒരു കാര്യം എനിക്ക് ഇത്രേ പറയുള്ളൂ. മനുഷ്യൻ്റെ കാര്യം സന്തോഷമാണെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും അടുത്ത മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. ഈ സോ കോൾഡ് വലിയ ഉസ്താദുമാർക്കോ പണ്ഡിതന്മാർക്കോ ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞങ്ങളതിൽ പറയുകയാണെങ്കിൽ പണിക്കന്മാർക്കോ ആർക്കും പറയാൻ കഴിയില്ല. ഗുരുക്കന്മാർക്കോ ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ മരണമാണെന്നുണ്ടെങ്കിലും മരണമാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത് ഏത് നിമിഷത്തിൽ സംഭവിക്കും, എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് മൊമെൻ്റ് എന്താണെന്ന് അത് ഒരു സെക്കൻഡ് അപ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്വന്തം ഉമ്മ മരിച്ച ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഓക്കെ, അയാൾ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. സീരിയസ്ലി, ഇപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ മതത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഇങ്ങനെ. അയാൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. അയാളോട് ബേസിക്കലി ഉള്ള കണ്ണുകടി മാത്രമാണ്. പാണ്ടിക്കാട് കുഞ്ഞാനും ഫാമിലിയും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ആർക്കും പിടിക്കുന്നില്ല. അവർ അധ്വാനിച്ചിട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്, വെറുതെ ഒന്നുമല്ല. വെറുതെ അങ്ങനെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതെ സംസാരിച്ചിട്ട് മാത്രം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാന്ന് വിചാരിക്കാം. ആ സംസാരം എല്ലാവർക്കും ഇല്ലല്ലോ, എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ ക്യാമറയും പരിപാടി എടുത്തിട്ട് ലക്ഷങ്ങളെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനോ? അത്യാവശ്യം നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് കുഞ്ഞാനും കുഞ്ഞാൻ്റെ ഫാമിലിയും പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വൾഗറായിട്ടുള്ള ഒരു സംഭവം വേഷത്തിലാണെന്നൊരു ഒന്നുമില്ല അല്ലേ. അയാൾ ഏത് നേരം വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടെ അയാളെ ഭാര്യ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളെ ഭാര്യ വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ കൂടെ ഉണ്ട്. ഇനി കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ എന്താ പറയുക, സ്ത്രീകൾ വെറും അടുക്കളയിൽ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നമുക്ക് മറ്റുള്ളവരെ സ്ത്രീകളെ നോക്കാം അല്ലേ, ഒക്കെ നോക്കും. അതൊക്കെ അല്ല, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മോറൽ സൈഡ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ എന്താ, നമ്മളെ ഭാഗത്തുള്ള സ്ത്രീകൾ ഒന്നും ചെയ്യാം, പെണ്ണുങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഈ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. കാരണം പല രീതിയിലുള്ള ആക്ഷനും ഞാൻ വൈഫ് പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് തിരിച്ചും മറിച്ചും രീതിയിലൊക്കെ പറഞ്ഞ് വേറെ വൾഗറാക്കി കൊണ്ടുപോയ ഒരാൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ പോട്ടെ, ആ ഇഷ്യൂക്ക് നമ്മൾ കിടക്കുന്നില്ല. ഈ ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന സമയത്താണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞാൻ അവരുടെ ഉസ്താദുമാരെ അഗെയിൻസ്റ്റ് ആയിട്ട് ശരിയാണ് കുഞ്ഞാനെ പറഞ്ഞ ആൾക്കാരുടെ അഗെയിൻസ്റ്റ് ആയിട്ടും സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കുഞ്ഞാനൊരു വീഡിയോ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതാ ഞാൻ പറഞ്ഞു, നമുക്കറിയില്ല മരണം എപ്പോഴാണ് വരിക. അൺഫോർച്ചുനേറ്റ്ലി അതേ ആ ഒരു അടുപ്പിച്ചാണ് കുഞ്ഞാൻ്റെ ഉമ്മ പോയത്. അതിനൊക്കെ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ട് കമൻറ്റുകൾ ആർക്കും അടിക്കാം. പക്ഷേ ഈ വീഡിയോസ് ചെയ്യുന്നവരും തംബ്നെയിൽസൊക്കെ വെക്കുന്നവർ സിറ്റുവേഷൻ ആലോചിച്ചൊക്കെ എന്തൊക്കെ മോശം തംബ്നെയില. അയാൾ ഈ പറഞ്ഞ ഉസ്താദുമാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണോ ഒരു ഉമ്മ മരിച്ചെന്ന് പറയുന്നത്? അത് പറയാനുള്ള അത് പറയുന്ന സമയം ഈ ചില വാക്കുകൾ നമ്മളെ വായന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിന്തിക്കില്ലേ, ഇത് ലൈവ് ഒന്നല്ലല്ലോ, വീഡിയോ എഡിറ്റ് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞ സംഗതി ശരിയായിട്ടില്ല. ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞങ്ങളുടെ അതിൽ പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിരക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബോധ്യമില്ലേ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ നല്ല നമ്മളെല്ലാ കാര്യത്തിലും കുഞ്ഞാൻ്റെ ഒപ്പം നിന്നിട്ടുള്ളൂ. എല്ലാ ബ്ലെസ്സിങ്സും കുഞ്ഞാനും ഫാമിലിക്കും ഉണ്ടാവട്ടെ. ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ളൊരു കരുത്ത് ദൈവം കൊടുക്കട്ടെ. പിന്നെ ഇത് കുറ്റം പറയുന്ന ആൾക്കാർ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ലൈഫും അടുത്ത ആ വീഡിയോ ഇട്ടോ വോയിസ് ഓവർ ആരാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ടെക് അറബിക് ചാനലോ എന്തോ ഒരു ചാനലാണത്. അങ്ങനെ കുറേ ചാനൽസ് ഞാൻ കണ്ടു.
അവരുടെ ലൈഫിലും നെക്സ്റ്റ് മൊമെന്റിൽ എന്താ ഉണ്ടാവുക അറിയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇവരൊന്നും പുറത്തു പറയില്ല. പാണ്ടിക്കാട് കുഞ്ഞാൻ അയാളുടെ ലൈഫിലുണ്ടാവുന്ന സന്തോഷകരമായ കാര്യങ്ങളൊക്കെ അയാളുടെ സബ്സ്ക്രൈബേഴ്സിനോട് വളരെ വിഷമത്തോടുള്ള സംഭവം അതേപോലെ പറഞ്ഞതാണ്. മറ്റുള്ളവരൊന്നും അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഗതി ഉണ്ടായാൽ തന്നെ പുറം ലോകത്തേക്ക് പറയില്ല. അപ്പോൾ നിങ്ങൾക്കൊന്നും തിരിച്ചു ഈ കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കുഞ്ഞാനും തിരിച്ച് നിങ്ങളെ പറ്റി പറയാനുള്ള ഒരു കാര്യങ്ങൾ സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നില്ല.